നമസ്കാരം. യുദ്ധത്തിന്റെ ഭീഷണി കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ കപ്പലും ഇപ്പോൾ ഒരു രാഷ്ട്രീയ സന്ദേശമായി മാറുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക പ്രഖ്യാപിച്ച നാവിക ഉപരോധം വെറും സൈനിക നീക്കമല്ല, ലോക സാമ്പത്തികത്തെയും ശക്തി സമവാക്യങ്ങളെയും മാറ്റിമറിക്കുന്ന ഒരു നിർണായക തീരുമാനം. ആ ഉപരോധത്തിന്റെ ആദ്യ പരീക്ഷണമായി മാറിയത് റിച്ച് സ്റ്റാർ എന്ന കപ്പലാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് ഇറാനിയൻ തുറമുഖങ്ങളിലേക്കുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതായി വിവരം. യുഎസും ഇറാനും തമ്മിൽ കഴിഞ്ഞ വാരാന്ത്യത്തിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ചൈനീസ് ഉടമസ്ഥതയിലുള്ള റിച്ച് സ്റ്റാർ എന്ന ടാങ്കർ ഉൾപ്പെടെയുള്ള നിരവധി കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കാനാവാതെ പിന്തിരിയേണ്ടി വന്നതായാണ് വിവരം. ഇറാനെതിരെയുള്ള സൈനിക നടപടികളുടെ ഭാഗമായി യുഎസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഈ വിലക്ക് ആഗോള എണ്ണ വിപണിയെയും ഇൻഷുറൻസ് മേഖലയെയും വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. നിലവിൽ മേഖലയിൽ കപ്പൽ ഗതാഗതം വളരെ കുറവാണെന്നും യുഎസ് സേന കർശനമായ പരിശോധനയും നിയന്ത്രണങ്ങളും തുടരുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമുദ്രപാതയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത്. പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ യുഎസും ഇറാനും തമ്മിൽ നടന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഞായറാഴ്ചയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉപരോധം പ്രഖ്യാപിച്ചത്.